Module 1 Introduction. Application of Economic Theories in Decision Making. Principles of Business Decisionൽ എങ്ങനെയാണ് എക്കണോമിക് തിയറീസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ദ ഏരിയാസ് വെയർ എക്കണോമിക് തിയറീസ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് വരുന്ന തിയറി എന്ന് പറയുന്നത് ഡിമാൻഡ് തിയറിയാണ്. There are various factors which influence the demand of a product. Important among them are price, consumers, income, then advertisement expenditure, price of related goods, that is substitutes of goods or complementary goods. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ പല ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് തന്നെ പ്രൈസ് ഓഫ് ഗുഡ്സ്, അതായത് മെയിനായിട്ട് ആ ഗുഡ്സിൻ്റെ പ്രൈസ്. ഓക്കെ, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് കൂടുതലായിരിക്കും, പ്രൈസ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ കൺസ്യൂമേഴ്സ് ഇൻകം. കൺസ്യൂമേഴ്സിന് ഇൻകം കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ പർച്ചേസ് ചെയ്യും, അല്ലെ, ക്വാണ്ടിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്യും. ഇൻകം കുറവാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയെ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻകം എന്ന് പറയുന്നതും ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ പോപ്പുലറായിട്ടൊന്നും അധികം പോപ്പുലർ അല്ലാത്ത രീതിയിലുള്ള സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറവായിരിക്കും. ഓക്കെ, പ്രോഡക്റ്റ് പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ട് പോപ്പുലറായിട്ടുള്ള സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് എക്സ്പെൻഡിച്ചർ കുറച്ച് കൂടിയാലും അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ അതും റിലേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ എക്സ്പെൻഡിച്ചർ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ദാറ്റ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടീ ആൻഡ് കോഫി, അത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാറുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇപ്പോൾ ടീക്ക് വില കൂടുതലാണെങ്കിൽ നമ്മൾ കോഫിയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യും. ദെൻ അതുപോലെ തന്നെ കോഫിക്ക് റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ടീ യൂസ് ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ചസും അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഡിമാൻഡിനെ. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് എന്താണ്, തിയറി ഓഫ് ഡിമാൻഡ് ഹെൽപ്പ് എ ബിസിനസ് ഫേം ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഇൻ റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ എനി ഓഫ് ദീസ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയറിലും ചേഞ്ചസ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And it also help a firm to know whether the demand of a product is subject to wide inflations whenever these factors change. അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ദെൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഇൻകം, ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൽ ഏത് രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഡിമാൻഡ് തിയറിയിലൂടെ സാധിക്കും. അതാണ് ഡിമാൻഡ് തിയറിയും അതായത് ഡിമാൻഡ് തിയറി ആയിട്ടുള്ള എക്കണോമിക് തിയറി നമ്മൾ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്താൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഡക്ഷൻ തിയറി ഹെൽപ്പ് എ ബിസിനസ് ഫേം ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം, നമ്മളുടെ കയ്യിൽ കുറച്ച് ഇൻപുട്ടുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഇൻപുട്ട് വെച്ച്, അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾക്ക് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രൊഡക്ഷൻ തിയറിയിലൂടെ സാധിക്കും. ദെൻ it also help to analyze the increase in output when only one input is increased or when all inputs are increased simultaneously. ദെൻ ഇതിൽ നമ്മൾ പറഞ്ഞു പല ഇൻപുട്ട് കോമ്പിനേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒരു ഇൻപുട്ട്, ഇപ്പോൾ രണ്ട് ഇൻപുട്ടുകൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിംഗിൾ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇൻപുട്ടിൽ ചേഞ്ചസ്, അല്ലെങ്കിൽ ഇൻ കേസ് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ എന്ത് ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ രണ്ടും ഒരുമിച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടിലും ഒരുമിച്ച് ചേഞ്ചസ് വരുത്തിയാൽ എന്ത് ചേഞ്ച് ആയിരിക്കും നമ്മളുടെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രൊഡക്ഷൻ തിയറിയിലൂടെ സാധിക്കും. ദെൻ the least cost combination of input can be found out with the help of this theory. അപ്പോൾ ഈ തിയറി വെച്ചിട്ട് നമ്മൾക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞുകൊണ്ട്, ഇൻപുട്ടിൻ്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് കോമ്പിനേഷനാണ് നല്ലത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നെക്സ്റ്റ് ആണ് കോസ്റ്റ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അല്ലേ, കോസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. A cost theory provides an understanding of various concepts of cost and their relevance in decision making. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റുകളുണ്ട്, അല്ലേ, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് കോസ്റ്റുകളുണ്ട്. ഓക്കെ, ഈ ഓരോ കോസ്റ്റുകളും എങ്ങനെ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ അതിന് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കോസ്റ്റ് തിയറി കൊണ്ട് സാധിക്കുന്നുണ്ട്. The theory help a decision maker to study the cost-output relationship both in the short run and long run. അപ്പോൾ ഈ തിയറിയിലൂടെ കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും.
ദാറ്റ് മീൻസ് നമ്മൾ കോസ്റ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അതുപോലെ കോസ്റ്റ് കുറച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയാൽ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളത് ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഒരു ഷോർട്ട് പീരീഡിലേക്ക് അതിനെന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്, അതുപോലെ ലോങ് റണ്ണിൽ അതിനെന്ത് എഫക്റ്റാണ് ഈ കോസ്റ്റിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിയാൽ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കോസ്റ്റ് തിയറിയിലൂടെ സാധിക്കുന്നുണ്ട്. Then the technique of marginal costing is an important tool for taking various managerial decisions in the area of cost control, profit planning and pricing under special circumstances. Then technique of marginal costing അതിൽ പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻപുട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ എന്ത് ഔട്ട്പുട്ടാണ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എത്രത്തോളം ചേഞ്ച് നമ്മൾക്ക് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോസ്റ്റ് കൺട്രോൾ, അതുപോലെ തന്നെ പ്രോഫിറ്റ് പ്ലാനിങ്, ദെൻ പ്രൈസിങ്, ഇത്രയും കാര്യങ്ങളിൽ കോസ്റ്റ് തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് തിയറി. പ്രൈസ് തിയറി പ്രൊവൈഡ്സ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ് ലൈക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, monopolistic competition, oligopoly. Then the price and output determination under these conditions are entirely different from one another. അപ്പോൾ പല മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, monopolistic കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, അങ്ങനെ പല എക്കണോമിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് എങ്ങനെയാണ് ഓരോ കണ്ടീഷൻസും ഓരോന്നിൽ നിന്നും ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾക്കറിയാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല monopolistic കോമ്പറ്റീഷനിലുള്ള കണ്ടീഷൻസ്, ദെൻ അതിൽ നിന്നും ഡിഫറെൻ്റ് ആണ് മൊണോപ്പൊളിയിലുള്ള കണ്ടീഷൻസ്. അങ്ങനെ ഓരോന്നിലും പ്രൈസ് ആൻഡ് ഇൻപുട്ട് ഡിറ്റർമിനേഷൻ എല്ലാത്തിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പ്രൈസ് തിയറിയിലൂടെ സാധിക്കുന്നു. Then with the help of price theory, a firm can determine its equilibrium price and output level. That means ഒരു ഓർഗനൈസേഷന് പ്രൈസ് തിയറി വെച്ചിട്ട് അവർക്ക് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ ഇക്വിലിബ്രിയം പ്രൈസ് അവർക്ക് ഫിക്സ് ചെയ്യാവുന്ന ഒരു ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പ്രൈസിങ് തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് അറ്റ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ദ പ്രോഫിറ്റ് ഈസ് മാക്സിമം. ഒരു ഓർഗനൈസേഷന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ലെവലിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇൻപുട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ് അപ്പോൾ എന്തായിരിക്കും, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇക്വിലിബ്രിയം പ്രൈസിൽ പറയുന്നത്. സോ പ്രൈസ് തിയറി വെച്ചിട്ട് നമ്മൾക്ക് ഇക്വിലിബ്രിയം പ്രൈസ് ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് തിയറി. Profit theory gives an understanding about various concepts of profit, its functions and its measurements. With the help of profit theory, a firm can manage and measure the profit and also plan future profit. അപ്പോൾ പ്രോഫിറ്റ് തിയറിയിലൂടെ ഒരു ഓർഗനൈസേഷന് അവരുടെ പ്രോഫിറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് അതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് തിയറിയിലൂടെ ഓർഗനൈസേഷന് പ്രോഫിറ്റ് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് തിയറി ഓഫ് ക്യാപിറ്റൽ. Allocation of a firm's capital in various long-term investment opportunities require a detailed analysis of cost and benefit associated with each investment opportunity. നമ്മൾക്കറിയാം ഒരു ഓർഗനൈസേഷന് പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളുടെ കയ്യിൽ തന്നെ ഒരു ഫണ്ട് ഉണ്ട്, ഇപ്പോൾ ഒരു 1 lakh നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പല ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരാൾക്കൊരു ടീ ഷോപ്പ് തുടങ്ങണമെങ്കിൽ ആ എമൗണ്ട് കൊണ്ട് ടീ ഷോപ്പ് തുടങ്ങാം. ദെൻ നമ്മൾക്കത് ബാങ്കിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ നോക്കുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ടായിരിക്കും. ഇതിലിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ടീ ഷോപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞു. ഓക്കെ, അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര കോസ്റ്റ് ഇതിൽ നിന്ന് എടുക്കേണ്ടി വരും, അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും എന്നുള്ളത് അനലൈസ് ചെയ്യുക. ദെൻ അടുത്തത് ഈ ഒരു 1 lakh നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കോസ്റ്റ് ഉണ്ടാവും, അതിനെത്ര കോസ്റ്റ് വരും, അതുപോലെ തന്നെ എത്ര ഇൻട്രസ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, നേരത്തെ പറഞ്ഞ ടീ ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ബെനിഫിറ്റ് കൂടുതലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഒരു ഫേമിൻ്റെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലൂടെ ആയിരിക്കും. The theory of capital help a decision maker to choose a most profitable investment opportunity. അപ്പോൾ ക്യാപിറ്റൽ തിയറിയിലൂടെ ഒരു ഡിസിഷൻ മേക്കർക്ക് ഏത് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതാണ് ക്യാപിറ്റൽ തിയറിയുടെ ബെനിഫിറ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ.
The recurring ups and downs in the level of economic activity are called business cycle. അതായത് നമ്മുടെ എക്കണോമിക് ലെവൽ ഒരു എക്കണോമിയുടെ ലെവലിലുണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ് മീൻസ് ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, അതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാവും, ദെൻ ഡിക്ലൈൻ ഉണ്ടാവും. അങ്ങനെ പല സ്റ്റേജുകളാണ് ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ് സൈക്കിളിന് ഉള്ളത്. സോ എക്കണോമിക് ലെവലിലുണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ചാണ് ഈ ബിസിനസ് സൈക്കിളിൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ബിസിനസ് സൈക്കിളിലും ചേഞ്ചസ് വരും. ദ ഒക്കറൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ ഇൻഫ്ലുവൻസസ് ദ ഡിമാൻഡ് ആൻഡ് പ്രോഫിറ്റ് കണ്ടീഷൻസ് ഓഫ് എ ഫേം. അപ്പോൾ ഈ ബിസിനസ് സൈക്കിൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾക്ക് ചിലപ്പോൾ ഡിമാൻഡ് അത്ര അധികം ഉണ്ടാവില്ല, പ്രോഫിറ്റ് കുറവായിരിക്കും. ദെൻ ഗ്രോത്ത് സ്റ്റേജിൽ വരുമ്പോഴേക്കും ആ പ്രോഡക്റ്റ് പോപ്പുലറായി തുടങ്ങിയിട്ടുണ്ടാവും. സോ നമ്മൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കും. ദെൻ ഡിക്ലൈൻ വരുമ്പോഴേക്കും അതിൽ നിന്ന് സാധാരണ നമ്മുടെ ഡിമാൻഡിനേക്കാളും കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ പല കണ്ടീഷൻസിൽ ഡിമാൻഡും പ്രോഫിറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. Then an understanding of the theory of business cycle help a decision maker to take appropriate business decision at different phases of business cycle. അപ്പോൾ ഈ ബിസിനസ് സൈക്കിൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഫ്രീ പ്രോഡക്റ്റൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അതിന് പോപ്പുലറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ നമ്മൾക്ക് നല്ലോണം ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കും. ദെൻ ഡിക്ലൈനിങ് സ്റ്റേജിലും ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ഫ്രീ പ്രോഡക്ട്സോ കൂപ്പൺസൊക്കെ കൊടുത്തുകൊണ്ട് ഓഫേഴ്സൊക്കെ കൊടുത്തുകൊണ്ട് ആ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾക്ക് ഡിക്ലൈൻ സ്റ്റേജിൽ ഡിമാൻഡ് കുറയാതെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചെന്ന് വരാം. സോ അങ്ങനെ ബിസിനസ് സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ബിസിനസ് സൈക്കിളിലും ഏത് തരത്തിലുള്ള ഡിസിഷൻസ് എടുത്താലും ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ബിസിനസ് സൈക്കിളിലെ തിയറി കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എക്കണോമിക് തിയറീസ് ബിസിനസ് ഡിസിഷനിൽ എങ്ങനെയാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് എക്കണോമിക് തിയറി കൊണ്ട് എന്താണ് യൂസ് ഉള്ളത് എന്നാണ് ഇതിൽ പറഞ്ഞത്. താങ്ക് യു.